തുടങ്ങിയോ? ഹലോ ഗൈസ്, ഇപ്പോഴൊക്കെ നമ്മുടെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എന്താണ് മഴനെ പറ്റി പറയാനുള്ളത്? മഴനെ പറ്റി പറഞ്ഞാൽ മഴ നിൽക്കാണ്ട് പെയ്തുകൊണ്ടിരിക്കുക. എല്ലാവരോടും സേഫ് ആയിട്ട് നിൽക്കാം അല്ലെ? അതെ. എന്റെ നമ്മളെവിടെ പൂനൂര് വെള്ളം കയറിട്ടോ. പൂനൂര് വെള്ളം കയറി. ഈ മണ്ടനെടുത്ത ഫോൺ എടുത്ത് പൂനൂര് വെള്ളം കയറി. പിന്നെ അടിവാരം അടിവാരം കയറി ഈങ്ങാപ്പുഴ കയറി. എല്ലായിടത്തും കയറി. എല്ലാവരും ഇന്റെയോ? ഇല്ല, അങ്ങോട്ട് കയറിയില്ല. ഇവിടെ പൂനൂര് ബസ് ബീച്ചിലുണ്ടോ? ബീച്ചിൽ നല്ല വെള്ളം ഉണ്ടാവും. ഇങ്ങനെ കഴിഞ്ഞുണ്ടായി ബീച്ചിലെടാ. കഴിഞ്ഞ പ്രാവശ്യം പിന്നെ മഴ ചെയ്ത പിന്നെ വെള്ളം വരാൻ പറ്റുമോ? എല്ലായിടത്തും വരൂലേ? അപ്പൊ ഗൈസ്, എല്ലാവരും സേഫ് ആയിട്ട് നിൽക്കുക അല്ലേ? എല്ലാവരും സേഫ് ആയിട്ട് നിൽക്കാനാണ് നമുക്ക് പറയാനുള്ളത്. ഫോണിലൊക്കെ ചാർജ് കാര്യങ്ങളൊക്കെ വെക്കുക അല്ലേ? കറണ്ട് പോയാല് ആരെങ്കിലുമൊക്കെ വിളിച്ച് കുടുങ്ങി കിടക്കുന്ന ഭാഗത്തൊക്കെ ആണെങ്കിൽ ആരെങ്കിലും വിളിച്ചിട്ട് രക്ഷപ്പെടാം. അപ്പോൾ എല്ലാവരും സേഫ് ആയി നിൽക്കുക. എടാ ജുനേദേ, മഴ മനസ്സിലാക്കും എന്ത് പവർ ബാങ്ക് പിടിക്കാനോ? രക്ഷപ്പെടാം. പവർ ബാങ്ക് പിടിക്കാനോ? പവർ ബാങ്കിലൊക്കെ ചാർജ് ആക്കി വെക്കുക. ഫോൺ വിളിച്ചു പിന്നെ പവർ ബാങ്ക് എടാ മണ്ട, രാവിലെ ഒന്നും പറഞ്ഞില്ല, വിട്ടോളാം. എല്ലാം വിളിച്ചുല്ലോ. പിന്നെ അതല്ല, വെള്ളം കയറുന്നതിന് ഇവിടെ വെള്ളം വരുന്നുണ്ടെന്ന് നമുക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റെങ്കിലും മാറിക്കൂടെ? അതിനു വേണ്ടി 4 ആൾക്കാരെ വിളിച്ചൂടെ? അതാണ് ഞാൻ പറയുന്നത്. ആദ്യം ഫോണ് കൈ പിടിക്കാന്ന് പറയും. പവർ ബാങ്ക് എല്ലാം സേഫ് ആക്കി വെക്കുക. കഴിഞ്ഞില്ലേ? എല്ലാ സാധനങ്ങളും സേഫ് ആയിട്ട് വെക്കുക. ഇപ്പൊ ഓക്കെ ഇല്ലേ? നമ്മളെ പോലെ അന്തല്ലാണ്ട് ഓരോ കാര്യത്തിന് പുറത്തിറങ്ങല്ലേ. നമ്മളൊരു ചായ അടിക്കാൻ ഇറങ്ങിയ വട്ടുവളിക്ക് ലോകം എടുക്കുന്നത് ജുനേദ് അവറുകൾ അല്ലേ? ആവില്ല മോനെ, ആവില്ല. എടക്കാ പോവാ ജുനേദ? NS എടുത്ത് ചാടിക്കാം. NS സ്വന്തം പീടിയാണ്. ഞങ്ങൾ ചായ ഫ്രീ ആയിട്ട് തരും. ചായ ഫ്രീ ആയിട്ട് തരും. വീഡിയോ എന്റെ വീഡിയോ അല്ല, വേണ്ട. രാത്രി നടക്കുന്നു 8 മണിയാകുമ്പോൾ പോലെ ഉറങ്ങാൻ വേണ്ടിട്ട് രാത്രി നടക്കൂലെന്ന്. എടാ എങ്ങനെ ഉറങ്ങലിട്ടോ? ഒന്ന് പാർസൽ ആക്കി കൊടുക്കാം നമുക്കെന്നാ. എന്ത് ഭായിമാർക്ക് കുറഞ്ഞ വയസ്സാണെങ്കിലും 18 എന്ന് പറയണോ? അല്ലെങ്കിൽ പ്രശ്നം. എടാ എവിടേക്കും പോയില്ല മോനെ, എങ്ങോട്ട് എന്റെ അടുത്തേക്ക് വന്നത്. എന്റെ അടുത്ത് വന്നപ്പോ ബ്ലോഗ് ഓൺ ആക്കിയെന്നുള്ളൂ. പ്രൊമോഷൻ എന്റെ വീഡിയോ പ്രൊമോഷൻ ചെയ്യാ. വീഡിയോ പ്രൊമോഷൻ ചെയ്താലോ? പൈസ എന്താ കടിയുണ്ട്? ബൈ അക്ക ബൈ 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 കാർലോസ് ഭായ്. കാർലോസ് ബൈ അതിലെന്താ കടിയുള്ളത്? പിന്നെ ഉന്നക്കായ്, മോമോസ്, കട്ട്ലറ്റ്, നെയ്യപ്പം, പിന്നെ ഉണ്ടയോ? ഉണ്ടുണ്ട്. ഇതിനൊരു കട്ട്ലേറ്റ് എടുക്ക്. അതെന്താ വെള്ള സാധനം, വലിയ സാധനം? അതല്ല അതാണ് ബട്ടർ പെന്ന്. ബട്ടർ പെന്നോ? കഴിക്കാനായിട്ട് ബട്ടർ പെന്ന്. 17 വയസ്സ് വാല ഒരു കട്ട്ലേറ്റ്. ഓനിപ്പോ അടുത്ത് തന്നെ കുക്കറെടുത്ത് തലക്കടിക്കുക വരെ ഇനി വർത്താൻ പറയും. ബൈഡിലെടുത്തല്ല, ബൈഡിലല്ലേ? എന്തോ പേരുണ്ടോ? എന്ത്? കുഴപ്പമില്ല മോനെ.
രണ്ട് കട്ട്ലേറ്റ് കൽപ്പനുണ്ട് ചൂടോർക്കത്തില്ല. ബ്ലോഗറെ 17 വയസ്സ് പാല 17 18 വർഷം കഴിഞ്ഞു. ഫാമിലി എടോ എന്നാ സാർ അതോടെ ഫസ്റ്റ് അല്ലാണ്ട് ശരിയില്ല. എന്താ ചെയ്തറിയോ? ഇത് നിന്നിട്ട് തൊള്ള കേടുന്നു. ഇതല്ല നമുക്ക് വേറെ സാധനം എടുത്തരേ കട്ട എന്റെ വാപ്പ 9 മണിക്ക് സൈറ്റിലെത്തേണ്ടി 9 മണിക്ക് എന്റെ പുറകെ 9 മണിക്ക് സൈറ്റിലെത്തേണ്ടി 9 മണിക്ക് എന്റെ പുറകെ വന്ന് വൈദ്യുതി അർത്ഥമായി പോകാൻ. പോടാ അത് അങ്ങനെ ഒരു സാധനം. ഈറ്റ മോനെ ഞാനും അതിനാനും എന്തോ ഗള്ളി വരെ ഒന്ന് പോണം ചുട്ട മേടിക്കാൻ. നാളത്തെ നോക്കട്ടെ. ക്യാമറയിൽ വരില്ല. ഞങ്ങളൊക്കെ ഹാഫ് എന്നാടാവും. നമ്മളൊക്കെ ഹാഫ് എന്നാ. ഞങ്ങൾക്ക് ഹാഫ് തന്നെ ചൊക്കല്ലേ അല്ല മജ്നൂന്റെ ലൈലയല്ലേ നീ? ലൈലാന്റെ മജിദ് എല്ലാരും മട്ടോളി എടോ ഇതിന്റെ പേരെന്താടോ? നമ്മൾ പറഞ്ഞ NSന്റെ വീഡിയോ എന്നസേ അങ്ങനെ തന്നെ ആയിപ്പോയി. ഒരു 8 മിനിറ്റ് കൂടെ വാ. എന്റെ കുട്ടി വിചാരിച്ചു എന്റെ ഇക്ക തെറി വിളിക്കുന്നു. ഇത് കേൾപ്പിക്കണോ? ഇന്നെ വെച്ചിട്ട് കാര്യമില്ല. NSന്റെ പീടിയിൽ വന്നിട്ട് എല്ലാവരും ഈറ്റ ബിസ്ക്കറ്റ് വാങ്ങാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാരും ഇവിടെ വന്ന് വാങ്ങാൻ. ഹൈഡ് ആൻഡ് സീക്ക് വാങ്ങാം. ഞാൻ ഈ ബിസ്ക്കറ്റ് ഒക്കെ NSന്റെ പീടിയിൽ ചായ അടിച്ച് ഇങ്ങോട്ട് വന്ന് സഫറലി പൈസ കൊടുത്ത് ഇത്രേ ഉള്ളൂ. പോവാ നമ്മളെവിടെയൊക്കെ പോന്ന് വാ പോവാ. വണ്ടി ഇട്. ചായ സുഹൃത്തുക്കളെ നമ്മള് മീൻ പിടിക്കാൻ പോവാണ്. അല്ല ആ കോട്ട് നമ്മളത് അല്ലാടെ വെച്ച് മീൻ പിടിക്കാൻ വേണ്ടി കിട്ടടോ മീനൊക്കെ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എന്തിന് അടുത്തോ ഇല്ല താക്കോലേടാ. അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് എന്തിനു പോവാണ്? എന്തിനാ പോണ്? ചൂണ്ടടാൻ പോവല്ലേ? ചൂണ്ടടാൻ പോകുന്നു ഈ നട്ട പാതിരിക്ക്.
ജുനൈദിന്റെ ഓരോരോ കുരുട്ട ഐഡിയകൾ. എന്ത് എന്താ വെളിച്ചുണ്ടല്ലേ? ആ ക്യാമറയുടെ പവറാ. സുഹൃത്തുക്കളെ, നമ്മള് ഇത് എവിടേക്കാ പോണേ മോനെ? കണ്ണിറ്റ മക്കളില്ലേ നമ്മളെ? ഇതല്ലേ ജുനൈദ്? വാ. സഫറേ കട്ടായി. ഒരു നേട്ടാ ആലോചിച്ചോട്ടെ, 83 ആൾക്കാര് വീഡിയോ ആണ് വെച്ചാല്. മാഷാ അല്ലാഹ് ഗൈസ്. അപ്പൊ നമ്മളെ വീഡിയോസ് 83 ആൾക്കാർ കണ്ടിട്ടോ. ജുനൈദിന്റെ ഒക്കെ ഓരോ പൊട്ടത്തരം, ഇന്റെ ഓരോ പൊട്ടത്തരം. നമ്മള് നമ്മള് നമ്മളെ ലൈഫിൽ എടുക്കുന്ന കാര്യം വ്ലോഗ് ആക്കിയിടുന്നത് അല്ലേ? കണ്ടോ ഉപയോഗിച്ചാ? അതിന് ഒറ്റ കുപ്പി മതി, 2 കുപ്പി മതി, അത് മതി. ആ കത്ത് നമുക്ക് ആളെ ഒരേ തങ്ങാൻ വാങ്ങാം. ഇങ്ങോട്ട് വാ. ആദ്യം മീൻ കിട്ടുവോ? എടാ അതാണ് ഒരു കാര്യം. സുഹൃത്തുക്കൾ എത്ര വെള്ളം എറിയിട്ടോ, എല്ലാരും ശ്രദ്ധിച്ചും കണ്ടു നോക്കാം. വണ്ടിയൊക്കെ കേട്ടോ ഇവിടുന്ന്, അത് നല്ല മുന്നേറ്റാ. ഞാൻ തുടങ്ങിയൊന്നും കിട്ടിയില്ല ഇതുവരെ. നിങ്ങൾ ആരും അറിയുന്നു? രാത്രി വണ്ടി 6 മാസം കൊണ്ട് ബുക്ക് ചെയ്തു. കഷ്ടാണ്. ഞാൻ തന്നെ മിക്കവാറും ഇതുവരെ മൂടി അടപ്പ് വിട്ടാൽ മതി. അതിൻ്റെ ഉള്ളിലിട്ട സാധനം. ഒരു ഹായ് പറയൂ. സഫറലിന്റെ കാക്ക, സഫറലിന്റെ കാക്ക. വീഡിയോ എടുക്കണോ മറ്റേ പരിപാടി എങ്ങനെ മൈതാണ്, കഞ്ഞളല്ല. ഇങ്ങനൊന്നും അല്ല മോനെ. ഓല് എറിയുമ്പോ പോണില്ലട്ടോ. ഇങ്ങനല്ല, ഇത്ര മുറിക്കണ്ട. വീഡിയോ ഒന്ന് കാണിച്ചു നോട്ടെ. കുപ്പി പറയുണ്ടോന്ന്. ഇത് 100 മീറ്റർ, എന്താ പറയാ, ഒരു ചെറിയ 10-20 മീറ്ററേ ഉള്ളൂ. എത്തിയാലും സാധനം കയറ് ഞാൻ വലിയ കയറെന്നും പറഞ്ഞിട്ട് ഒരു കയറ് വാങ്ങാൻ എവിടെയും കയറണൂടാ സഫറേ. ഇത് നമ്മള് കണ്ടാക്കിണ്ടാനല്ലേ വിചാരിച്ചത്. അതാണ് അവിടെ എത്ര മതിയില്ലേ പ്ലാസ്റ്റിക്കിന്റെ. ഞങ്ങൾ ഇത്ര പ്രതീക്ഷിച്ചില്ല കേട്ടോ ജുനൈദേ. എന്താ സെർച്ച് ചെയ്യേണ്ടി? മീനെ പിടിക്കാനോ? മീനെ പിടിക്കാൻ അതോ ഞാൻ പറഞ്ഞത് ഇങ്ങനല്ലേ സംഭവം പാളിക്ക് നമ്മളെ വയ്യള്ളിട്ടൊക്കെ ഉണ്ടല്ലോ. മൂടിയിട്ടില്ലടോ. ഇതിലൊക്കെ വരുമ്പോ വണ്ടി ഇങ്ങോട്ടുള്ളല്ലോ. ഏതായാലും കുപ്പി അതിനുള്ളിൽ എത്തിപ്പോ. സുഹൃത്തുക്കളെ, നമുക്ക് ജുനൈദ് ഖാൻ്റെ അടുത്തേക്ക് പോവാം. ഓനെത്ര എണ്ണം കിട്ടി നോക്കാം. എന്താടാ ജുനൈദേ, താങ്കൾക്ക് എത്ര മീൻ കിട്ടി? 2 2 ഒന്ന് കാണാൻ പറ്റുമോ?
ഓക്കെ എടാ അത് ഫോക്കസ് ആവുന്നില്ലടോ വെള്ളമായിട്ട്. നമുക്ക് ഇവിടുന്ന് ഒരു ബായിനെ കിട്ടിട്ടോ. ബൈ ബൈ ബായ് മീൻ നെയ്യേ ബായ് മീൻ നെയ്യേ ബായ്. നല്ല മീനുണ്ടെന്ന് അവർക്ക്. ഇവിടെ ഒരു മീനെ ഞാൻ കണ്ടില്ല. ആകെയുള്ള നമ്മളെ 2 മീനാ. ഇതാ ഇവൻ അതായിരിക്കും നന്നാകുക. നിങ്ങൾക്ക് എത്ര മീനെ കിട്ടി? വലിയ വലിയ കോറി മീനില്ല ബായ്. മീൻ നെയ്യേ മീനെടുത്ത് പോയി കിട്ടിയില്ല. ശരിയാ പൊറാട്ട ഒക്കെ അത് പൈസ എടുത്ത് വാങ്ങിയല്ലടോ. എന്നാ പിന്നെ എനിക്ക് വാങ്ങിയാ പോലെ. മൈദ മീൻ തിന്ന് പൊറോട്ട മീൻ തിന്നൂല. പൊറാട്ട തിന്നാതെ മീനാണ് അതായിരിക്കും ചപ്പാത്തിയോ കാര്യങ്ങളോ വാങ്ങിട്ട് കൊടുത്താൽ മന്തി മന്തിട്ടിന് മന്തിന്റെ മീനല്ല. ഇതിപ്പോ 2 പൊറാട്ട ഉണ്ടായി അര പൊറാട്ട പോലില്ല. അത് ഇപ്പുറത്തുള്ള നന്ദി വന്നിട്ട് ഞാൻ തിന്നത്. ചങ്ങായി തിന്നിരുന്ന मीन पकड़ेगा ना वो नेट लेके आओ नेट नेट नहीं है मेरे पास. कौन सा वाला मालूम है ओ मालूम है वो नहीं ऐसा वाला नहीं वो दूसरा वाला है मैं कौन सा फोटो वो राउंड मॉडल है ना. नहीं राउंड मॉडल तुम्हारा नाम क्या है? मेरा नाम जाकिर है ना സഫറിന്റെ ഓരോ ലുക്ക്. മീൻ ചൂണ്ടടി അതിന് വേണ്ടിട്ട് എന്നെ കൂട്ടിയേ. എന്താ ചൂണ്ടടാ? अंदर मारा जी എന്ത് അന്തർമാല? चूंटा ഫസലിനെ വിളിക്ക്, ഓനോട് കൊണ്ടുവരാൻ പറയും. എന്നിട്ടോ ഓൻ വന്നാ ചൂണ്ട കിട്ടും, അല്ല മീൻ കിട്ടും. പൊറാട്ട ഒന്നും തിന്നാ മതി. എന്നാ ഇതിന്റെ ഉള്ളിൽ പൊറാട്ട ഉണ്ട്. ഇതിന്റെ ഈ പൊറാട്ടന്റെ ബാക്കി ചിക്കനും പൊറാട്ടയും വാങ്ങി കൊടുക്കാൻ ഇതിന്റെ ബാക്കി ആരാ തിന്നത്? പറഞ്ഞത് അല്ല ഇതിന്റെ ബാക്കി മീൻ തിന്നതാ. ഓടാ എന്ത് മീനാ തിന്ന്? മീനാന്ന് ഓർമ്മല്ല. എന്നാ അത് ഇങ്ങനെ വിട്ടാ കിട്ടൂട്. ചൂണ്ട പോല അത് കൊത്തുണ്ട് കേട്ടോ മീന്. എന്നത് ഇവിടെ എങ്ങനെ ഇട്ടാ മതി. എടാ മറ്റേ ഒഴിയുള്ള എടുത്തിട്ട് ചൂയുള്ള എടുത്ത് ആടെയല്ലോ മീൻ വന്ന് നിൽക്കണ്ട. വാ ഇത് പിടി, ഞാൻ പറഞ്ഞുതരാം. അല്ല പുറത്തോട്ട് വന്ന് നിൽക്കാം, വാ ഞാൻ പറഞ്ഞുതരാം. വാ മൈദാടാ ജുനേതോ, മൈദാടാ. ഇവൻ മൈദ വെച്ചിട്ട് വേറെന്തോ പരിപാടി ഉണ്ട് കേട്ടോ. മീൻ പിടിക്കാനുള്ള കോസ്റ്റ്യൂം നോക്ക്, ഹെൽമെറ്റ്, കോട്ട്. പൊറാട്ട ഉണ്ടാക്കി തരും നമുക്ക് പിടിക്കാൻ. കല്ല് ഒന്നായിട്ടിടല്ലേ? ഇതൊക്കെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ഞാനാ ആട്ടിടുന്നത്. നീ ഒന്നായിട്ടിടുക? ഒന്നായിട്ടിടല്ലേ? ബാക്കിയാണ് വെക്ക്. ഞാൻ ഓന്റെ നല്ലോണം പിടിക്കുന്നുണ്ട്, അതുകൊണ്ടാ. പൊറാട്ട ഉണ്ട്, എടാ പൊറാട്ട കഴിഞ്ഞ്. കുഴപ്പമില്ല. പിന്നെന്താ ഞാനോ? പിന്നെ ഒരു പൊറാട്ട ഇങ്ങനെയുണ്ട്. നിക്ക് നിക്ക്, നീ ഒന്നല്ലോ കളി കളിക്കല്ലേ? വേറാണല്ലോ അല്ലേ? ജുനൈദ് സീനാട്ടോ അല്ലേ? ജുനൈദ് സീനല്ലേ? അയ്യോ അടിപൊളി ഫ്രെയിം കിട്ടോ സഫറെ. ഇങ്ങനെ ഇടുന്നത് ഇതുവരെ മീൻ കിട്ടിയില്ല. ഇങ്ങനെ പൊട്ടാ, അത് അബദ്ധാ. ഇനി എന്താ ഉദ്ദേശിച്ചത്? നല്ല മൈദാണ്, നല്ലോ മീൻ കിട്ടും ട്ടോ. ഈ മൊണ്ട കാരണം ഇവിടെ പോകുന്ന വയ്ക്കാൻ നമുക്ക് കാടുള്ള കാലിടാ. ആ വരുന്ന ഈ ഒരു ചെറിയൊരു ഇതുണ്ട്, ചെറിയൊരു എടാ. അല്ല ആ കാണല് ആ ചെറിയ ഇട അല്ലേടോ, ആടുണ്ട് അതിലിടാ. ഈ ചെങ്ങായിന്റെ കൈ കറും കേട്ടോ വലിഞ്ഞു മുറിഞ്ഞാ പോകും. എന്നിട്ട് പൊറുക്കൂല്ലേ? ലാസ്റ്റ് ഇതാണ് എല്ലാരും വലിച്ചെറിഞ്ഞാല്. കവറിലെന്തെങ്കിലും കേറിക്കോട്ടെ. കവറിൽ കേറൂ, എനിക്ക് കയറാൻ വേണ്ടി നിന്നിരാ. അതുകൊണ്ട് മൈൻഡിൽ എന്താ അറിയോ, മീനെല്ലാരും കൂടിയും കവർ ഉണ്ടായിട്ട് കിടക്കി. ഒരു കുപ്പി വരെ അങ്ങനെ വലിച്ച അപ്പുറത്തേക്ക് കിട്ടുക. ആ കുപ്പി കാരണം ഒരു മീനും കിട്ടാത്ത നിങ്ങളൊക്കെ കൊത്തിന് കണ്ടെണ്ണോ. ആ കുപ്പി കാരണം പോയി. മൈദ എല്ലാം കൂടിയും കാണുമ്പോ മീനും കൂടെ
മാറിന്നോ തൊള്ള തുറന്ന് എന്റെ മൂത്തേക്കും വരിക. ആ മൈദ പോട്ടെ കേട്ടോ. അവിടെ മൈദ എന്തിനാ ഉദ്ദേശിക്കുന്നത്? മൈദ താഴ്ന്നില്ല കേസ്. എടാ ചങ്ങായി ഇവനെപ്പോലുള്ള പൊട്ടന്മാരൊന്നും മീൻ പിടിക്കാൻ വരുമ്പോ കൂട്ടല്ലേ ദയവേത്. എടാ മീനാകുമ്പോ ലാസ്റ്റ് ഓപ്ഷൻ ചെയ്യും ഈ ചാടി എടാ മൈദ വെറുതെ കളയല്ല ജുനീതെ. ചാടിയിട്ട് പിടിക്കും. മീനെ പിടിക്കുക. മൈദ തിരിച്ചു വരികട മണ്ട. അപ്പൊ കുപ്പി പോയാൽ വന്നില്ലെങ്കിൽ അതാ ആ. അത് പോയി. എടാ. അത് പോയി. മൈദ എങ്കിൽ മൈദ. വലിയ ആ ചാക്ക പൊട്ട ഏ? കമ്പ് വലിയ കൊത്തോക്കിതാ മുന്നിൽ പിടിച്ചോക്ക്. മിക്കവാറും എന്നെയും പിടിച്ചോണ്ടിരും. വലിയ മീനായിരിക്കും. ഇവിടെ ഇതാ ഇവിടെ അത് പിടിച്ചോക്ക്. പിടി 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 ആ അതന്നെ അതന്നെ. പിടിച്ചോക്കട്ടെ. എടുക്കുന്നുണ്ടോ? കനുണ്ട് കനുണ്ട്. ഏതാ വള്ളി ട്രൗസർ ജുനീതെ അലിഞ്ഞ് പോക്കല്ലേ. അന്തല്ലല്ലോ പഠിച്ചോനെ എന്റെ വയ്യല്ലേറ്റ് കൊറ്റൊന്ന് കുറച്ച് അന്തല്ല ഇരിക്കുക. അതാണ് ഇങ്ങനെ. എടാ ജുനീതെ ഞാൻ മൈദരം കൂടി തിരിച്ചടിക്ക് കരയിലേക്ക്. പൊട്ടന്മാരെ പൊറാനല്ല ഇവിടെ ഉള്ള ഈ അയില മൈദ തിന്നൂല എന്നൊക്കെ അറിഞ്ഞൂടെ. മത്തിലടുത്തേക്ക് പോയാലോ? ഓൻ അയിലാണ് നോക്കി നോക്കി. ഈ വ്ലോഗ് ആരും മിസ്സാക്കലേ? അതെ. ഇത് ലാസ്റ്റ് എൻഡിങ് ഒക്കെ കാണ്ടി എല്ലാരും. നീ എന്താ ഉദ്ദേശിക്കുന്നത്? പോയടോ. അത് പോയി. ആ സൂചിയും പോയി നൂലും പോയി. അപ്പോളാ ഞാൻ പറഞ്ഞേക്ക് മീൻ എന്തായി സൂപ്പർ മാർക്കറ്റ് തുടങ്ങാം. ആ എന്റെ 10 രൂപേന്റെ മൈദ ഉണ്ട് ഒരു സൂപ്പർ മാർക്കറ്റ് ഓൽക്കത് മതി. ചവിട്ടല്ലോ. അതാ പൊങ്ങി കടിക്കുന്നതാണ്. ഇനി ഒന്ന് ചാടിയും കെടുത്തോ. ബായിനോട് പറഞ്ഞത് എന്താ? എന്നാ ബായിനോട് മീനെയും പിടിച്ചു തരാൻ പറയും. എന്താണോ അപ്പൊ ചൂണ്ട അവിടെ അവിടെ ഊരിച്ചിട്ടോ പിന്നെ റബ്ബേ പിന്നെ എങ്ങനെയാണോ മീൻ കിട്ടുക? ഇനിയിപ്പോ ഇത് കിട്ടാതെ സ്റ്റേഡിയം സൈഡിലാണോ ഇതങ്ങ് എറിഞ്ഞാണോ എന്നിട്ട് മറ്റേ കിട്ടും പോവും പോവും. ഷൂ കാറിനോട് വെക്കുന്നല്ലേ. ഇനി അവ എങ്ങനെങ്കിലും കളഞ്ഞോ? പൊറാട്ടൊക്കെ തിന്നു തീർത്ത്. ഇന്നെ പറഞ്ഞോ ഞാൻ ആശിക്ക് ഒന്ന് തിന്നാ തീർത്തു. എടാ ഞാൻ ഒന്നേ തിന്നുള്ളൂ. രണ്ടെണ്ണം വാങ്ങി കൊടുത്ത് ബാക്കി ആരായില്ലുണ്ട്. അര മീൻ കൊടുത്തോ? പിന്നെ അര മീൻ തിന്നില്ല ഒലിച്ചു പോയതല്ലേ. അല്ല എന്തോ ആയി. ഒരു വെള്ളച്ചാട്ടം കാണിച്ചാ കേട്ടോ. ഇതിന്റെ വ്ളോഗിന് ലാസ്റ്റ് എൻഡിങ് സീനാട്ടോ. കിഡിലും ചിരിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ തന്നെ കുറെ ചിരിച്ചു. ഇത് വെള്ളച്ചാട്ടല്ല, ഇത് വെള്ളച്ചാട്ടത്തിലൊക്കെ പോവാ. അതുകൊണ്ടാ നീ കണ്ടില്ല നേരത്തെ അവിടെ ഒരു ചൂയി ഇങ്ങനെ റൗണ്ട് അടിക്കുന്നുണ്ടില്ലേ? ചൂയി അത് ഇതാ സംഭവം. എന്താ അറിയോ, നിന്റെ ഒരു നിഗമായ സംശയം എന്താ അറിയോ, ഈ 2 ഓട്ടന്റെ ഉള്ളിൽ കൂടെ മീൻ പോകുന്നില്ല. ആ വെള്ളം. നീ ഒരു ഫുഡിമാൻ തന്നെ. സംഭവം അതാ, വെറുതെ നമ്മൾ ചൂണ്ടിട്ട് മീൻ കിട്ടാത്ത. മീൻ പോയി, മീൻ ഇതിന്റെ ഉള്ളിൽ കൂടെ ചാടി. ഈ ഓട്ടറിനുള്ളിൽ കൂടെ മീൻ ചാടി. മീൻ ചാടി ഉണ്ടോ? ഓടാ അതിന്റെ ഉള്ളിൽ കൂടെ പൈപ്പ് ഇട്ടിട്ട് അങ്ങോട്ടിട്ടായിരിക്കും. അങ്ങോട്ട് പോണോ? വേണ്ട, വാ. എവിടെ ഉണ്ടായിട്ടല്ല പക്ഷെ ഒരു ഭയം അറിയാത്ത ഏരിയ.
നായി മക്കളെ വെച്ചേക്കും കിടക്കുണ്ടാവുക, കടിച്ച് പറിക്കും. മറ്റേ തുടങ്ങാം. ഇതിന്റെ മോളിൽ പാലത്തിന്റെ മോളിൽ ചൂട്ടിട്ട് വീഡിയോ നിങ്ങൾ കണ്ടില്ല വീഡിയോ? നിങ്ങൾ ചൂണ്ടൊക്കെ കറക്കി വെച്ച് ഇങ്ങനെ നിക്കുക ചുരുണ്ട് ടോർച്ച് ഇപ്പോഴാ കണ്ട്. ഇതുവരെ മുപ്പര് വിചാരിച്ചായിരിക്കും ചൂണ്ട അതിന്റെ ഉള്ളിൽ വെച്ചിട്ട് ചോദിച്ചപ്പോ അതല്ല ചൂണ്ടപ്പെടാനുള്ളത്. ചൂണ്ടുള്ളത് പറയുമ്പോ രസമല്ലേ. എന്താ കൊത്തുണ്ടോ? മരത്തിന് ഒടിഞ്ഞിട്ട് എന്തോ ഒരു കനുണ്ടല്ലോ നീല് പൊറാട്ടൊന്നുമില്ല. പിന്നെ ഇങ്ങനെ തട്ട്. അതൊക്കെ ആഗോലി തിന്ന് പോയി. എന്റെ റബ്ബേ, ഇവിടെ അയില അല്ലേ, അയില പൊറാട്ട. ഓക്കെ എന്റെ റബ്ബേ, ഒറ്റ മീനെ കിട്ടിയാ എടാ വലിയ പൊറോട്ട കണ്ടത്. പിന്നെ എങ്ങനെ മീൻ വരിക? കാത്തിക്ക മീൻ മുറിക്കാൻ. നിങ്ങൾ ഇമ്മനോട് അറിഞ്ഞു മിക്കാൻ പോവാ. ഞാൻ അമ്മനോട് അറിഞ്ഞു ഞാൻ എവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് വരുന്ന മീൻ വീഡിയോ ഒന്നുമില്ല. ഞാൻ പൊറാട്ട തിന്നു. ഞാനതാണ് ഞാൻ തിന്നത്, മനസ്സിലായോ? ഇപ്പൊ തിന്നതിന്റെ ഉപകാരം മനസ്സിലായില്ലേ? വളരെ തന്നെ അങ്ങനെയൊക്കെ പറയാ. നീ അടു ഒട്ടിച്ച് ഇടിയാന്ന് തോന്നുന്നു അമ്പിക്ക്. എടാ മണ്ട, പിന്നെ എങ്ങനെ മീനെ കിട്ടി ചുനിയതേ? ഇതോൽക്ക് പള്ളറിക്കാൻ കൊടുക്കുക. ഇങ്ങനെ നിലത്ത് വലിച്ചെറിയുന്നു. മൈദ പോക്കി, മൈദ ചൂണ്ടര കൊള്ളിട്ട് അങ്ങോട്ട് ഇറങ്ങി. ആ പിന്നെ തിരിച്ച് മൈദ തന്നില്ല, വിശാലായിട്ട് തിന്നോ കാര്യം വന്നില്ല. സൗകര്യത്തിന് ഇത്രേ ഉള്ളൂ. ഇഞ്ചൊക്കെ എടുത്ത് തിന്ന് പോയിക്കുന്നു. ഓ അതെ അതെ, സൈഡിൽ നിന്ന് തിന്നു തീർന്നതാ. മണ്ണില കിട്ടിയാ സംഭവം എന്താ അറിയോ? ഇപ്പൊ മീനുകളൊക്കെ ബുദ്ധി വെച്ച് നോക്കി. ചൂണ്ട ഓൺലൈൻ ക്ലാസ് ഉള്ള ആണല്ലോ. എന്റെ വ്ലോഗ് കണ്ടിണ്ടാവും. നമ്മളിവിടെ വരുന്നുണ്ടെന്നില്ലേ? പടച്ചോനെ ഈ വ്ലോഗ് ലൈവ് ചെയ്യുന്നു. എന്തോ ഒരു കിട്ടോ പൊറാട്ടന്റെ കാണാൻ എന്റെ റബ്ബേ, ആഷിഖിന്റെ ലൈവ് കണ്ടിരിക്കും. ഓന്റെ ഡാൻസ് എന്തോ ഒരു സംഭവല്ലേ ആദ്യം പാട്ടോ ആ കണ്ട മീനൊക്കെ കരിക്കടിഞ്ഞ അപ്പുറത്ത്. പാട്ടടിയോ? അല്ല ഇനി വരുന്നുണ്ടല്ലോ, ഇനി മൈദയായിട്ട് അവിടെ വരിക. നഞ്ഞടിക്ക് തോന്നുന്നു. മറ്റേ ആശുപത്രിയിലൊക്കെ ഉണ്ടായി സ്പോഞ്ച്. അല്ലന്റെ റബ്ബേ, മഞ്ഞളോടും കിട്ടിയ മീൻ ഉറപ്പായിരുന്നു. മഴ പൊറാട്ട അങ്ങോട്ട് പോയി, ചൂണ്ട അങ്ങോട്ട് പോയി. അങ്ങനെ ഞാൻ കൊറേ തിന്നാൻ കൊടുത്തേക്ക്. ആടണ്ട ഒരു കുപ്പിയിൽ, ഇവിടെ ഒരു കവറില്. അതാണ് വരാത്ത മീൻ ആടെ നിന്നുണ്ടില്ലേ? രാത്രി ആരോ പറഞ്ഞു കൊടുത്തില്ല പൊറാട്ട ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും ഇന്ന് രാത്രി. ആരോഗ്യത്തിന് കേടാണ്. രാവിലെ വേണേ ഒന്നോ രണ്ടോ പണിക്കൊക്കെ പോവുകയാണെങ്കിൽ നല്ലതാ. പറ്റില്ല. എന്റെ മക്കളെ, മീൻ കിട്ടാഞ്ഞിട്ട് എന്തൊക്കെ പറയും. പണിയോ മീനിതൊന്നും കേക്കണ്ട, ചങ്കി പൊട്ടിച്ചാവും. കമ്പി മാത്രം ഒന്നും വേണ്ട. എന്റെ പൊറാട്ട ഇതുവരെ പോയി കേട്ടോ. മീൻ ഇപ്പം വരും. പൊറാട്ട പോയി പൊറാട്ടൊക്കെ മീൻ കൊണ്ടുപോയി. ടേസ്റ്റ് പോകും വെള്ളത്തിലിടുമ്പോഴേക്ക്. സുഹൃത്തുക്കളെ മീൻ പിടിക്കാൻ പോയി. സുഹൃത്തുക്കളെ മീൻ പിടിക്കാൻ പോയി, ഓൻ കിട്ടിയില്ല. ഞങ്ങൾ നിരാശയോടെ തിരിച്ച് മടങ്ങേണ്ടി വന്നു. അപ്പോൾ തന്നെ സഫറിൻ്റെ, ജുനൈദിൻ്റെ, പിന്നെ സഫറിൻ്റെ അക്കാക്കൻ്റെ, നിൻ്റെ അടുത്തൊരു ബായി ഉണ്ടായിരുന്നു. ഞങ്ങൾ പറയാം എന്തൊക്കെയോ പറയുന്ന പൊട്ടത്തരങ്ങളുണ്ട്. ലാസ്റ്റ് നിങ്ങൾ കാണും ചിരിച്ച് ചാവാം. അപ്പോൾ തന്നെ പുറത്തല്ല മഴ ഉണ്ട് കേട്ടോ. എല്ലാവരും സേഫാണ് വിശ്വസിക്കുന്നത്. എന്താ പറയുക, എല്ലാവരും മാക്സിമം സേഫായിട്ട് നിൽക്കുക.
പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഏകദേശം 89,000 ആൾക്കാർ നമ്മളെ വീഡിയോ കണ്ടിട്ടാ. മാഷാ എല്ലാവരും കണ്ടതൊക്കെ താങ്ക് യു. പിന്നെ എല്ലാവരും കമൻറ്റ്സ് ഇടുക, അതുപോലെ തന്നെ ലൈക്സ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് എല്ലാം ഇട്ടാ. എല്ലാവരും സേഫ് ആണെങ്കിൽ കമൻറ്റ് ഇടി. അതുപോലെ തന്നെ എന്തായാലും നിങ്ങൾ കമൻറ്റ് ഇടി. നിങ്ങൾ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, വ്ളോഗിൽ എന്തെങ്കിലും മാറ്റണമെങ്കിലൊക്കെ മാറ്റുകയൊക്കെ ചെയ്യാം. എല്ലാവരും കമൻറ്റ് ഇടുക. പിന്നെ താങ്ക് യു സോ മച്ച് വാച്ചിങ്. ലവ് യു. ബൈ. സീ യു.